ഹായ്. അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യ എക്സ്പെഡിഷൻ്റെ ഫസ്റ്റ് പാർട്ട് ബ്രേക്കിന് ശേഷം നമ്മൾ പുനരാരംഭിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഫെബിൻ്റെ വീട്ടിലാണ്. തിരുവിഴാങ്കുന്ന് എന്ന് പറയും. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 6 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ തിരുവിഴാങ്കുന്ന്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. അപ്പു പിണങ്ങിയിരിക്കുകയാണ്. അവനെന്തോ എന്തിനാണെന്നറിയില്ല, വെറുതെ ഈ സമയത്തൊന്ന് തെറ്റി. ഇപ്പോൾ അവിടെ അവൻ്റെ സൈക്കിള് ഇതിലെന്തൊക്കെ റിപ്പയർ പണിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി പാലക്കാട് വഴിക്ക് അങ്ങോട്ട് നമ്മൾ ട്രിപ്പ് അവസാനിപ്പിച്ച ആ ഭാഗത്ത് എവിടെയെങ്കിലും എത്തും. അവിടുന്ന് അങ്ങോട്ട് ബാക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്യും. കൂടെ ഉണ്ടാവുക എല്ലാവരും. അപ്പോൾ എന്താണ് പോട്ടെ പോട്ടാ. ആ ചെക്കിനോട് ചോദിക്കാൻ പറ്റില്ല, അവൻ അവിടെ തെറ്റിപ്പോയി നിൽക്കുകയാണ്. അപ്പോൾ അവൻ ശരി, ഇറങ്ങട്ടെ കേട്ടോ, നമുക്ക് ഇറങ്ങാം. അപ്പനോട് തെറ്റിയിരിക്കല്ലേ? അപ്പൊ നല്ലോണം വലിയ ഉമ്മ കെട്ടിപ്പോയിച്ചിട്ട് മതി 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 മതി. ശരി കേട്ടോ, മതി പോട്ടെ. അപ്പൊ നമ്മൾ പാലക്കാടൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ കുറെ ദൂരം പോന്ന് തമിഴ്നാട് ബോർഡർ കടന്നു കേട്ടോ. അതായത് ഗോപാലപുരം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചു. നമ്മള് പഴനിയിൽ വെച്ചിട്ടാണ് നമ്മൾ ട്രിപ്പിന് ഒരു ബ്രേക്ക് ഇട്ടത്. അതായത് ഒരു ദിവസം രാത്രി പഴനിയിലെത്തിയിട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വാർത്തകളിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ നാട്ടിൽ മഴ കൂടിയതും വെള്ളപ്പൊക്കം ഉണ്ടാവുന്നതും ഒക്കെ ആയിട്ട് ന്യൂസ് കണ്ടത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് എടുത്തിട്ട് നാട്ടിലേക്ക് പോരായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ ബ്രദറിന്റെ ഒരു നിക്കാഹൊക്കെ ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക്. അപ്പൊ അതൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ കുറച്ച് വൈകിട്ട് വീണ്ടും നമ്മളിപ്പോൾ നമ്മളെ യാത്ര തുടരാണ്. ഗിയറിന്റെ ഫസ്റ്റ് പാർട്ടിന്റെ ബ്രേക്കിന് ശേഷമുള്ള ആദ്യ വീഡിയോ. അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ നല്ല വിശപ്പുണ്ട്. പാലക്കാട്ടിൽ നിന്ന് ഞാൻ ഒരു പോരൽ പോന്നു, ഹോട്ടലൊന്നും നോക്കിയില്ല, വിട്ടുപോയി, മറന്നുപോയി ഭക്ഷണം കഴിക്കാൻ. പാലക്കാട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നല്ല വിശപ്പ്. ഇപ്പൊ നോക്കുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു രസമുള്ള ഹോട്ടലൊന്നുമില്ല. അങ്ങനെ പോന്നിപ്പോ ഇനിയിപ്പോ രസവും ഭംഗിയൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു ഹോട്ടൽ കിട്ടിയാൽ മതി എന്നുള്ള കണ്ടീഷൻ ആയിക്കണം. നല്ല വിശപ്പാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നേരെ നമ്മൾ പഴനിക്ക് വിടാൻ തീരുമാനിച്ചു. എന്തായാലും നമ്മൾ അവസാനിപ്പിച്ചത് പഴനിയിൽ വെച്ചിട്ടാണല്ലോ. അപ്പൊ പഴനി തന്നെ തുടരാലോ എന്നുള്ള പ്ലാനിലാണ്. ഇപ്പൊ പഴനിക്ക് ഒരു 4 മണിക്കൊക്കെ എത്തുമായിരിക്കുന്നു വിചാരിക്കുന്നു. വൈകിട്ട് 7 മണിക്ക് പഴനി മലയുടെ മുകളിലുണ്ടെങ്കിൽ അവിടെ എന്തോ വിശേഷ കാഴ്ചയൊക്കെ കാണാനുണ്ടെന്നൊക്കെ എനിക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അപ്പൊ എന്തായാലും ആ സമയത്ത് നമ്മൾ എന്തായാലും എത്തും. അപ്പോൾ അവിടെ ഒരു ഹോട്ടലുണ്ട്, റിവേഴ്സ് ഇട്ടിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പം ഞാൻ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നിർത്തിയത്. ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ മീൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ വന്നപ്പോൾ മീൽസ് ഇല്ല കേട്ടോ. എന്താ ഉള്ളതെന്ന് വെച്ചപ്പോൾ, എന്താ അതിൻ്റെ പേര്, ബിരിയാണി ഉണ്ട്, പിന്നെ കുഷ്ക ഉണ്ടെന്നാണ്. കുഷ്ക എന്താണെന്നറിയോ? മുമ്പ് കേട്ടിട്ടുണ്ടോ? ഭയങ്കരമായ വെറൈറ്റി സാധനമാണ്. നമ്മുടെ ബിരിയാണി റൈസില്ലേ, എംടി ബിരിയാണി, അതിനാണ് ഒരു കുഷ്ക എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ അങ്ങനെ പറയത്രേ. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ബിരിയാണിയാണ് പറഞ്ഞത്. തമിഴ്നാട്ടിലെ ബിരിയാണി അറിയില്ലേ, നമ്മുടെ ബിരിയാണി പോലെ അല്ല. മലബാർ ബിരിയാണി എന്നൊക്കെ ഭയങ്കരമായ ഡിഫറൻസ് ആണ്. കുറച്ചുകൂടി കളറായിരിക്കും, റെഡിഷ് കളർ ഉണ്ടാവും. പിന്നെ നല്ല വെന്തിട്ടുണ്ടാവും കേട്ടോ. നമുക്കിങ്ങനെ അലിഞ്ഞു പോകും, ആ രീതിയിലായിരിക്കും. വലിയ കുഴപ്പമില്ല. എനിക്കൊരു ന്യൂട്രൽ അഭിപ്രായമാണ്. നമ്മളിതിനേക്കാളും നല്ലതാണെന്നോ മോശമാണെന്നോ അല്ല, ന്യൂട്രലായിട്ടുള്ള അഭിപ്രായമാണ്. കുറേ ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഒരിക്കലും ബിരിയാണി കഴിക്കില്ല. ഈ സ്ഥലത്തിൻ്റെ പേര് രാവട്ടണപ്പിരിവ് എന്നാണ്. രാവട്ടണപ്പിരിവ്, അതുപോലെ മണ്ണൂർ എന്നും പറയും. പൊള്ളാച്ചിക്ക് കുറച്ച് മുമ്പാണ്. അപ്പം ഇനി നമ്മൾ നേരെ പഴനിക്ക് വിടാണ്. ഇടയിലുള്ള കാഴ്ചകൾ കാണാമെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പഴനി എത്തിയാലും അവിടുത്തെ കാഴ്ചകൾ ചിലപ്പോൾ കാണാൻ കഴിയില്ല, രാത്രി പോകും. അതുകൊണ്ട് ഇടയിലൊന്നും അധികം നമ്മൾ നിൽക്കാൻ സാധ്യതയില്ല. പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വിടാം.
കൊയ്യാപ്പഴം. ഞാൻ പൊള്ളാച്ചി എന്നുള്ളൊരു വീഡിയോയിൽ അടക്കാപ്പഴം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു ഇതെന്താ സാധനം എന്ന്. ഞങ്ങളുടെ നാട്ടിൽ അടക്കാപ്പഴം എന്നാ പറയാം. അങ്ങനെ പേരക്കയാണ്, പേരക്ക. ഇവിടെ കൊയ്യാപ്പഴം എന്ന് പറയും. പഴനിക്ക് കഴിഞ്ഞൊരു 10 കിലോമീറ്റർ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒരു ഫോൺ വന്നപ്പോൾ നിർത്തി സംസാരിച്ചാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ എവിടെയാണ് നിർത്തിയെന്ന് നോക്കൂല, നല്ലൊരു റോഡ് സൈഡിൽ നിർത്തി. അപ്പോൾ ഒരു അമ്മ വന്നിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ മുട്ടിയിട്ട് എത്ര കിലോ വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ വിചാരിച്ച ഞാൻ ഈ കൊയ്യാപ്പഴം വാങ്ങാൻ വേണ്ടി നിർത്തിയതാണെന്ന്. അപ്പോൾ ഇറങ്ങിയിട്ട് ഒരെണ്ണം വാങ്ങിച്ചതാണ്, ജസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ഈ പഴനിക്കപ്പുറത്തുള്ള ഏതോ ഒരു സ്ഥലത്തുനിന്ന് വരുന്ന സാധനമാണ് കൊയ്യാപ്പഴം. திருவடிகளே நினைந்து எரிவயர்கள் ஆசை അങ്ങനെ നമ്മൾ പഴനി എത്തി. പഴനി കുറച്ച് സമയമായിട്ട് എത്തിയിട്ട് അപ്പോൾ ഞാൻ അവിടുന്ന് ഒരാളെ കണ്ടിട്ട്, നമ്മുടെ നാട്ടുകാരൻ ഒരാളെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിച്ച് നിന്ന് കുറേ സമയം പോയി. പഴനി മലയുടെ പരിസരത്തേക്ക് വരുമ്പോൾ ആ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ റോഡിലൊരു ബ്ലോക്ക് ചെയ്തിട്ട് അവർ ടോൾ മേടിക്കുന്നുണ്ട്. ഒരു 60 രൂപ ടോൾ മേടിക്കും. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കടന്നാൽ നമുക്ക് അവിടെ 2-3 പാർക്കിംഗ് സ്ഥലങ്ങളുണ്ട്. അവിടെ എവിടെ വേണമെങ്കിലും പാർക്ക് ചെയ്യാം. അതിന് എക്സ്ട്രാ പിന്നെ പാർക്കിംഗ് ഫീസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പാർക്ക് ചെയ്തു. നല്ല വിശാലമായ സ്പേസാണ്. അതുപോലെ 2-3 സ്ഥലങ്ങളിൽ കണ്ടു ഫ്രീ പാർക്കിങ്ങിന്. അപ്പോൾ ഈ 60 രൂപ കൊടുത്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എവിടെയും പാർക്ക് ചെയ്യാം. ഇനി ഞാൻ പെട്ടെന്ന് പോട്ടെ, ഒരുപാട് സമയം വൈകി. നമുക്ക് മല കയറണ്ടേ. അപ്പൊ നമ്മളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പഴനി മല കയറാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. മല കയറാനുള്ള ഓപ്ഷൻസ് 4 എണ്ണമാണ്. 4 ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റെപ്പ് കയറിയിട്ട് പോകണം നടന്നിട്ട്. പിന്നെ ഒന്നുള്ളത് ആനപ്പാതയാണ്, ആന കയറി പോകുന്ന വഴിയാണ്. വേറൊരെണ്ണം വിഞ്ച് എന്ന് പറയും. വിഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു ട്രെയിൻ പോലത്തെ സംവിധാനമാണ്. 25 പേര് വീതം പോകുന്ന ഒരു പാളത്തിൽ കൂടി പോകുന്നൊരു സംവിധാനം. അതിന് 50 രൂപ പിന്നെ 15 രൂപ, ഇങ്ങനെ 2 ടൈപ്പ് ടിക്കറ്റാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ട്. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ പോകാമെന്ന് പറഞ്ഞു. അത് നോർമലി അത് വളരെ കുറവാണത്രേ. കുറേ മണിക്കൂറുകളൊക്കെ വെയിറ്റ് ചെയ്യേണ്ട സാഹചര്യമാണ് സാധാരണ ഉണ്ടാവില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കൂട്ടം കുറവാണ്. പിന്നെ വേറെ ഒരു ഓപ്ഷൻ ഉള്ളത് ഇതാണ്, എന്താ പറയുക, റോപ്പ് വേ ഇപ്പോൾ മെയിൻ്റനൻസിലായതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ സ്റ്റെപ്പ് കയറാൻ തീരുമാനിച്ചു. സ്റ്റെപ്പ് അല്ലെങ്കിൽ ആനപ്പാത. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1008 സ്റ്റെപ്പ് കയറണം. എന്താവുമെന്ന് അറിയില്ല. നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. പോയി നോക്കാം. തണുപ്പ് ഉടമ്പ് ഹീറ്റ് അലജി ഇത് ഫ്രിഡ്ജിൽ വെച്ചാണോ? ഇപ്പൊ വേണ്ട കത്തിക്ക് പോവാ ഇതിലെ കാറ്റുണ്ട്. ഉടമ്പ് എത്ര കിടന്ന ഹീറ്റോ കുറയ്ക്കുന്നത്. അതേ മരങ്ങ പാരുங்க. എന്നത് நார்மலாக முடி தீப்பட்ட எந்த கத்தியில் கருவுமில்ல. உடம்பு ஹீட்டு அலர்ஜி ப்ரெஷர் டென்ஷன் ஏறி கெட்ட நீர் மண்டை வலி உடம்பு வலி கைங்கால் கொடுத்து எனக்கு டைம் இல்ல. டைம் இல்லைண்ணா. 2 செகண்ட் நோக்கட்ட கல்லுதான் ஐசு மாதிரி கரை முடி கத்திக்கே கரு தெரியுதானே. ஒரு ஜூஸ் படிக்கணும். அது ஒன்று உடம்பு ஹீட்டை குறைச்ச மாதிரி കരയുന്ന പോട എന്നാൽ 2 രൂപയാണ് മുത്ത്. ഇതിൽ 50 ഇപ്പൊ വേണ്ട. ശരീരം തണുപ്പിക്കുന്നു. പിന്നെ മറ്റെന്തൊക്കെ ഗുണങ്ങളൊക്കെ പറഞ്ഞിട്ട് പണ്ടൊരിക്കൽ പനി വന്നപ്പോൾ കൂട്ടുകാരൻ ഷാനി ഇതുപോലത്തെ ഒരു മാല വാങ്ങിയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് അത് സാധാരണ ഒരു മുത്തുമാലയായിട്ട് മാറി. നല്ല മുറിയെ തൊഴിൽ മുന്നിട്ട് സിറപ്പ് അടുത്തടുത്ത് സെൽവാക്ക തങ്ങത്തെ മുകളിലേക്ക് പാദരക്ഷകൾ ധരിച്ച് കയറാൻ പാടില്ല.
പടികൾ ആരംഭിക്കുന്നതിൻ്റെ ഇടതുവശത്തായിട്ട് സൗജന്യമായി ചെരുപ്പ് സൂക്ഷിക്കുന്ന കൗണ്ടറിൽ ഷൂ ഏൽപ്പിച്ചിട്ട് ഞാൻ പടി കയറി തുടങ്ങി. മുരുകൻ്റെ വാഹനമായ മയിലിൻ്റെ ശില്പമിരിക്കുന്ന ഒരു മണ്ഡപം കടന്ന് മുന്നോട്ട് പോയി. മുരുകഭക്തർ മാത്രമല്ല ഒരുപാട് യാത്രാപ്രേമികളും സന്ദർശിക്കുന്ന ഇടമാണ് പഴനി. വിശാലമായ പാടശേഖരങ്ങൾ ഉൾപ്പെടുന്ന പരന്ന ഭൂമിക്ക് നടുവിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മലമുകളിലാണ് മുരുകക്ഷേത്രം. വയൽ എന്നർത്ഥം വരുന്ന പഴനം എന്ന വാക്കിൽ നിന്നാണ് പഴനി ഉണ്ടായതെന്നാണ് പേരിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള പല വാദങ്ങളിൽ ഒന്ന്. കൈലാസത്തിൽ വെച്ച് കയ്യിലുള്ള പഴത്തിനു വേണ്ടി കലഹിച്ച ഗണപതിക്കും മുരുകനും ശിവപാർവതിമാർ നൽകിയ പരീക്ഷ ആദ്യം ലോകം ചുറ്റി വരുന്നവർക്കാണ് പഴം എന്നതായിരുന്നു. മയിൽ വാഹനമേറി മുരുകൻ ഉലകം ചുറ്റാൻ പോയി. ഗണപതി പാർവതി പരമേശ്വരന്മാരെ പ്രദക്ഷിണം വെച്ച് ഇതാണ് ലോകം എന്ന് തെളിയിച്ച് പഴം സ്വന്തമാക്കി. അതിൽ പരിഭവിച്ചാണ് മുരുകൻ പഴനിമലയിൽ എത്തിയതെന്നാണ് ഐതിഹ്യം. പഴം കിട്ടാതെ അച്ഛനോടും അമ്മയോടും കലഹിച്ചു വന്ന ബാലനോട് നീ തന്നെയാണ് ജ്ഞാനപ്പഴം എന്ന് പാർവതി പരമേശ്വരന്മാർ പറഞ്ഞു അത്രേ. പഴം നീ എന്ന പ്രയോഗത്തിൽ നിന്നാണ് പഴനി വന്നതെന്നും പറയുന്നുണ്ട്. സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1008 സ്റ്റെപ്പാണ് കയറാനുള്ളതെന്ന്. അവിടെ ചേട്ടൻ ചോദിച്ചപ്പോൾ പറഞ്ഞെന്ന കാര്യമാണത്. പക്ഷേ ഞാൻ കയറാൻ നിൽക്കുമ്പോൾ ഒരാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു 670 സ്റ്റെപ്പാണെന്ന്. കയറി തുടങ്ങിയിട്ട് വെറുതെ അവിടെ ഉള്ളൊരു കച്ചവടക്കാരുണ്ട്, അയാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു 820 സ്റ്റെപ്പാണെന്ന്. ഒരു ഐഡിയ ഇല്ല. ഇത് 820 670 1008 അല്ല, അതിലും കൂടുതലൊക്കെ എത്രയോ സ്റ്റെപ്പാണ്. വയ്യാണ്ടായി, കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. നല്ല രസമാണ് കേട്ടോ. പക്ഷേ കയറുമ്പോൾ നമുക്കിങ്ങനെ പഴനിയുടെ സിറ്റിയുടെ വ്യൂ കുറേശ്ശെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട്. സമയം 6:20 ആയി. 7 മണിക്ക് നമുക്ക് അവിടെ എന്തായാലും എത്തണം. ഒരുപാട് റെസ്റ്റ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എത്തിയിട്ടോ. ഏറ്റവും മുകളിലെ സ്റ്റെപ്പിൽ എത്തുന്നു. ഓ, നല്ല എക്സ്പീരിയൻസ് ആണ് മല നടന്ന് കയറുന്നത്. ഹായ്. മുകളിലെത്തിയപ്പോഴാണ് അറിയുന്നത് ക്യാമറയ്ക്ക് ക്ഷേത്രത്തിൻ്റെ പരിസരങ്ങളിൽ കർശനമായ നിയന്ത്രണങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും ക്യാമറ ഉപയോഗിക്കാനേ പറ്റില്ല. ചേരമാൻ പെരുമാളാണ് പഴനിമല മുകളിലെ ക്ഷേത്രം നിർമ്മിച്ചത്. നവപാഷാണങ്ങൾ കൊണ്ട് തീർത്ത് ഭോഗനാഥൻ പ്രതിഷ്ഠിച്ചതാണ് വിഗ്രഹം. മലമുകളിലെത്തിയാൽ വിശാലമായ പ്രദക്ഷിണ വഴിയും നടപ്പന്തലുകളും ഉണ്ട്. തെക്കു പടിഞ്ഞാറെ കവാടത്തിനരികിലാണ് ഭോഗരുടെ ക്ഷേത്രം. ഗർഭഗൃഹത്തിലേക്കുള്ള രാജഗോപുരത്തിന് ഇരുവശവും 172 തൂണുകളുള്ള നൈക്കർ മണ്ഡപം. ചേർന്നുകിടക്കുന്ന വസന്ത മണ്ഡപത്തിൽ കന്യാകുമാരി, തിരുനെൽവേലിയിലെ ഗാന്ധിമതി, രാമേശ്വരത്തെ പർവ്വതവർദ്ധിനി, മീനാക്ഷി, കാമാക്ഷി, തിരുവാനൈക്കയിലെ അഖിലാണ്ടേശ്വരി, തിരുക്കടയൂരിലെ അഭിരാമി, മൈലാപ്പൂരിലെ കനകാമ്പാൾ, കാശിയിലെ വിശാലാക്ഷി എന്നീ നവദുർഗമാർ കുടികൊള്ളുന്നു. ശ്രീകോവിലിൽ ശുഭ്രവസ്ത്രധാരിയായും സന്യാസിയായും വേട്ടക്കാരനായും ബാലകനായും അർച്ചകനായും രാജാവായും പഴനി മുരുകൻ. വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നവ ഔഷധ ഗുണമുള്ളതായി മാറുന്നു എന്നും വിശ്വസിക്കുന്നു. പടിഞ്ഞാറോട്ട് ദർശനം തരുന്നതിനാൽ അനുഗ്രഹം കൂടുതൽ കേരളത്തിനാണെന്ന് തമിഴ്നാട്ടിലുള്ളവർ പരിഭവം പറയാറുണ്ട്. കേരളത്തിൽ നിന്നും ധാരാളം ഭക്തർ എത്തുന്നതിൻ്റെ രഹസ്യവും ഒരുപക്ഷെ അതാവാം. ദണ്ഡും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ശ്രീമുരുകന്റെ പ്രതിഷ്ഠയായതിനാൽ ദണ്ഡായുധപാണി ക്ഷേത്രം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. തൈമാസത്തിലെ പൗർണമി ദിവസമായ തൈപ്പൂയമാണ് പ്രധാന ഉത്സവം. നിത്യപൂജകൾ നടക്കുമ്പോൾ ഭക്തരെ അറിയിക്കാനായി ക്ഷേത്രത്തിലുള്ള വലിയ മണി മുഴക്കുന്നത് പതിവാണ്. ശാന്തമായ അന്തരീക്ഷത്തിൽ പഴനി നഗരം മുഴുവൻ ഈ മണിയൊച്ച കേൾക്കാൻ കഴിയും. ഇതുകൂടാതെ എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്ക് ഭഗവാനെ ഉത്സവമൂർത്തിയായി അലങ്കരിച്ച് പൂർണ്ണമായും സ്വർണം കൊണ്ട് നിർമ്മിച്ച രഥത്തിലിരുത്തി ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം നടത്താറുണ്ട്. ഭക്തരാണ് ഈ രഥം വലിച്ചു കൊണ്ടുപോകുന്നത്. ഇത് കാണുന്നത് പുണ്യമായി കരുതുന്നു.
തങ്കരഥ പ്രദക്ഷിണത്തിന് ശേഷം മലമുകളിൽ നിന്നുള്ള പഴനി നഗരത്തിന്റെ രാത്രി കാഴ്ച കുറച്ചു നേരം കണ്ടു നിന്നു. പിന്നീട് കുറച്ചു നേരം അവിടെയുള്ള ഒരു ആൽമരച്ചോട്ടിൽ വിശ്രമിച്ച ശേഷം മലയിറങ്ങി തുടങ്ങിയ കുറേ ആൾക്കാരുടെ കൂടെ ഞാനും താഴേക്ക് നടന്നു. അപ്പോൾ ഇതാണ് പഴനിമലയിലെ വിശേഷങ്ങൾ. മുമ്പ് അജ്മീറിൽ പോയപ്പോൾ സംഭവിച്ചിരുന്നത് ഇതുവരെ ക്യാമറ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതുപോലെ തന്നെയാണ് ഇവിടെയും. എല്ലാ സ്ഥലങ്ങളിലൊന്നും ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങുന്നത് നമ്മൾ ഈ പറഞ്ഞ ആനപ്പാതയിലൂടെയാണ്. വർഷത്തിലൊരു പ്രാവശ്യം ഏതോ ഒരു വിശേഷ ദിവസം മാത്രം ആന കയറുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ വഴി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇങ്ങനെ സ്ലോപ്പാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നടന്ന് തന്നെ കയറണമെന്നുണ്ടെങ്കിൽ ഈ വഴി യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ മോളിൽ നിന്ന് ഒരു കൂട്ടുകാരനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാനതാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ താഴെ പോട്ടെ, താഴെ പോയിട്ട് എന്തെങ്കിലും കഴിക്കണം. പഴനിമലയുടെ വീഡിയോ വിശദമായി തന്നെ ചെയ്യണമെന്ന പ്ലാന് ക്യാമറ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് നടന്നില്ല. അതിനാൽ തന്നെ കിട്ടിയ വിഷ്വൽസ് വെച്ചിട്ട് ഒരു ചെറിയ വീഡിയോ ചെയ്തതാണ്. അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്ന് ദോശ കഴിച്ചിട്ട് ഒരു റൂം എടുത്തിട്ട് കിടന്നുറങ്ങി. വരും വീഡിയോകളിൽ നമുക്ക് കൊടൈക്കനാലിൽ നിന്നുള്ള ഇതുവരെ കാണാത്ത ചില കാഴ്ചകൾ കാണാം. ബൈ.